അപ്പോൾ ഇത് ഞായറാഴ്ച ആയിട്ട് രാവിലെ തന്നെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണേന്. അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര ഏകദേശം വൈപ്പിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. വൈപ്പിൻ പനമ്പുകാട് ആ ഭാഗത്ത് വെച്ചിട്ടാണ് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കസ്റ്റമർ വിളിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതല്ല ഇനി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വണ്ടിയുടെ അടുത്തെത്താം. എറണാകുളം സിറ്റി കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ അത് ഞായറാഴ്ച ഓടിക്കണം. അത് പ്രത്യേക ഒരു വൈബാണ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇന്നലെ രാത്രി വണ്ടി ഓട്ടത്തിൽ ഓഫായതാണ്. അപ്പോൾ ഇവിടെ ഒതുക്കിയിട്ടിട്ട് കസ്റ്റമർ വീട്ടിലോട്ട് പോയി. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ കംപ്ലൈൻ്റ് എന്ന് നോക്കട്ടെ. വയറിംഗ് കിറ്റ് ഷോർട്ടായതാണെന്നാണ് തോന്നുന്നത്. കസ്റ്റമർ പറഞ്ഞത് ഭയങ്കര കരിഞ്ഞ മണം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തി. വണ്ടിയുടെ അടുത്ത് ഫ്യൂസ് നോക്കിയപ്പോൾ ഫ്യൂസിൽ ക്യാരിയർ ചെറുതായിട്ട് ഒഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂസ് കസ്റ്റമർ ഒരു മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ഷോർട്ട് കാണിക്കുന്നതാണ് പറഞ്ഞത്. ഭയങ്കര പുകയൊക്കെ വന്ന് ഭയങ്കര മണം ഉണ്ടായിരുന്നു, കത്തിക്കരിയണ പോലത്തെ. അപ്പോൾ ബാറ്ററി ഇടിച്ചിട്ടാണ് പറഞ്ഞത്. ബാറ്ററിയുടെ ഇടിക്കാനായിട്ട് കസ്റ്റമറുടെ കയ്യിൽ ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്യൂസ് ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വയറിംഗ് കിറ്റും കാര്യങ്ങളും എവിടെയാണ് ഷോർട്ട് എന്നുള്ളത് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് തീർത്തിട്ട് വേണം പോകാനായിട്ട്. ഫ്യൂസ് ആദ്യം ഞാൻ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സ് എല്ലാം ഇരിക്കുന്ന, അതായത് TCI ഇഗ്നിഷൻ കോയിൽ ഇരിക്കുന്ന ബോക്സിൻ്റെ അകത്തുനിന്നാണ് പുക വന്നിരിക്കുന്നത്. അപ്പോൾ ബോക്സ് അഴിച്ചടിച്ചിട്ട് ഞാൻ വയറിംഗ് കിറ്റ് എല്ലാം ചെക്ക് ചെയ്യണം. അകത്ത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വയറിംഗ് കിറ്റും ബാക്കിലെ വയറിംഗ് കിറ്റും കൂടി ജോയിൻറ്റ് വരുന്നത് ഈ ബോക്സിൻ്റെ അകത്താണ്. അപ്പോൾ ഇനി ആ ഭാഗത്ത് വല്ല ഷോർട്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ വയറിംഗ് കിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സോക്കറ്റും ഉരുകിയിട്ടുണ്ടോ, ഇനി എവിടെയെങ്കിലും ടച്ച് ആയിട്ടുണ്ടോ, എർത്ത് മുട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നേരെ ഇനി ഫ്യൂസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കണേണ്. ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണേണ്. ചെക്ക് ചെയ്തപ്പോൾ 6 യൂണിറ്റിൻ്റെ ബാക്കിൽ നിന്നാണ് പുക വരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്യൂസ് ഊരി. അങ്ങനെ നമ്മൾ അവസാനം 6 യൂണിറ്റിൻ്റെ കണക്ഷൻ വിടിയിച്ചിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി പണി 6 യൂണിറ്റ് ചേഞ്ച് ചെയ്തെല്ലാം വർക്ക്ഷോപ്പിൽ വെച്ച് തന്നെയാണ് ചെയ്യണത്. ഇപ്പം 6 യൂണിറ്റ് ആണ് കത്തിപ്പോയത്. മാറ്റിക്കഴിഞ്ഞാൽ വണ്ടിയുടെ കംപ്ലൈൻറ്റ് മാറും. മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കസ്റ്റമർ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇനി 6 യൂണിറ്റ് കത്തുകയോ ഷോർട്ട് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സോക്കറ്റ് വിളിച്ചിടുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിലെത്തുക. 6 യൂണിറ്റ് ചേഞ്ച് ചെയ്യുക.